കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. വളരെ സന്തോഷത്തിലാണ് കേട്ടോ. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്, പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. കളഭാലങ്കാരം ഉണ്ടായിരുന്നത് മൂന്നൂലം ഭഗവതിക്കനാണ്. നന്നായിട്ട് നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട്. ആ ശ്രീലകത്ത് ഇങ്ങനെ തിളങ്ങുകയാണ്. ഊഞ്ഞാൽ കണ്ണനാണ്, ഊഞ്ഞാലാടാനിരിക്കുകയാണ് ആൾ. കാലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് നന്നായിട്ട് ഇരുന്ന് ആടുകയാണ് കേട്ടോ. ഓടക്കുഴലൊക്കെ അരയിലിങ്ങനെ തിരുകിയിട്ട് ആ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കാലൊക്കെ തൂക്കിയിട്ട് എന്താണ് ആ രസം. ഇന്നലത്തെ പിറന്നാളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടേ പിറന്നാൾ സദ്യയൊക്കെ ഉണ്ട്. നല്ല സുന്ദരനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭക്തരും ഇന്നലെ പിറന്നാൾ സദ്യയൊക്കെ കഴിച്ചതല്ലേ. അപ്പോൾ ഞാനിന്നൊന്ന് ഇരുന്ന് ഊഞ്ഞാലാടട്ടെ, നിങ്ങളെ ഊഞ്ഞാലാടി ഇരിക്കുന്ന കണ്ണനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇന്ന് ആ ശ്രീലകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആളെ. നല്ല കേമായിട്ട് അത് ചാർത്തിയിട്ടുണ്ട്. കളഭം കൊണ്ട് തന്നെ മയിൽപ്പീലിയൊക്കെ ഉണ്ട്, ചെവിപ്പൂക്കളൊക്കെ ഉണ്ട്, കാലുമ്പിൽ തളകൾ, കാൽത്തളകളുണ്ട്, കൈവളകളുണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ് ചാർത്തിയണ്ണു. ആ കാഴ്ച വളരെ സുന്ദരമാണ്. കാരണം ഗോപിക്കുറിയൊക്കെ ഉണ്ട് സ്വർണത്തിൻ്റെയൊക്കെ. അപ്പോൾ അതിൻ്റെയും കൂടി തിളക്കം ഇങ്ങനെ കാണുമ്പോഴേ എന്താ ഒരു രസം എന്നറിയോ. ആ ശ്രീലകത്ത് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കല്ലേ. എല്ലാവരും ഊണൊക്കെ കഴിച്ചില്ലേ, പ്രസാദ ഊട്ടമൊക്കെ കഴിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ആ പ്രസാദ ഊട്ടമൊക്കെ കഴിച്ചു. അതിൻ്റെയൊക്കെ സന്തോഷം എല്ലാവരുടെയും ഉള്ളിലുണ്ടല്ലോ. ഇപ്രാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, എല്ലാവർക്കും ഭക്ഷണം കിട്ടിയില്ലേ എന്നൊക്കെയാണ്, എല്ലാവരും സന്തോഷമായിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനെന്നാ ഒന്ന് ഊഞ്ഞാലാടട്ടെ. എനിക്ക് ഇന്നലെ നന്നായിട്ട് ഭക്ഷണമൊക്കെ കിട്ടി. പിറന്നാളായതുകൊണ്ടേ അമ്മ യശോദാമ്മ നന്നായിട്ട് വെണ്ണയും നല്ല പാൽപ്പായസവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തന്നപ്പോൾ വയറൊക്കെ നിറഞ്ഞിട്ടിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടി ഇന്ന് ഉണ്ടോ നോക്കട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ. അപ്പോൾ എന്നാൽ അമ്മ കൊണ്ടുപോയിരുത്തിയതാവുണ്ട് ഊഞ്ഞാലാട് എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ എന്തായാലും ആ ഊഞ്ഞാലാട്ടം നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ടാണ് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തുക കേട്ടോ. എല്ലാവരും എന്നെ ശ്രമിക്കുന്നവരൊക്കെ ഗുരുവായൂർക്ക് വരികയാണ്, എൻ്റെ കൂടെ വരുന്നു. അപ്പോൾ നമ്മൾ ആ തിരക്കിനിടയിലൂടെയൊക്കെ അങ്ങനെ ഇന്നിപ്പോൾ അധികം വലിയ തിരക്കൊന്നും ഇല്ല, എന്നാൽ ചൊവ്വാഴ്ച കൊണ്ടേ. എന്നാലും അത്യാവശ്യം ഉണ്ടേനി. സാധാരണ ചൊവ്വാഴ്ച പോലെയല്ല, അത്യാവശ്യമൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ നമ്മൾ ഗോപുരവാതിലൊക്കെ കടന്നിട്ട് അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ മണ്ഡപത്തിൻ്റെ അവിടെ എത്തി. മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് ഒരു നോട്ടം നമ്മൾ കാണും, അവിടെ നിന്ന് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ കാണുമ്പോൾ ഒന്ന് നമ്മളെ മനസ്സിലേക്ക് കാണുകയാണ്. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ആ സോപാനപ്പടിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ സോപാനപ്പടിയിൽ എത്തിയിട്ട് നമ്മളിങ്ങനെ ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കുമ്പോൾ ആകെ മൊത്തം തിളങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കാണുകയാണ്. ആ പൊന്നുണ്ണി ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ കണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഞങ്ങളിതാ ഇന്നലത്തെ കണ്ണൻ്റെ പിറന്നാൾ സദ്യയൊക്കെ കഴിച്ചു, ഞങ്ങൾക്കും സന്തോഷമായി കണ്ണാന്ന് പറഞ്ഞിട്ട് അതിനിടയിലും നമ്മളെ വിഷമങ്ങളുണ്ടെങ്കിൽ അതും അവിടെ ഗുരുവായൂരപ്പ സന്നിധിയിൽ ആ ഉണ്ണിക്കണ്ണനോട് നമ്മൾ അങ്ങോട്ട് അവിടെ ബോധിപ്പിക്കുകയാണ്. എല്ലാം അറിയുന്ന കണ്ണനാണ്, എന്നാലും നമ്മളെ അവലാദികൾ അവിടെ പറയണമല്ലോ, എന്നാലല്ലേ നമ്മളെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും തരണേന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളല്ലേ. ചിലവർക്ക് വിദ്യാഭ്യാസമാവും, ചിലവർക്ക് കല്യാണം കഴിയാത്തതാവും, ചിലവർക്ക് ജോലി കിട്ടാത്തതാവും, അസുഖം കാരണമാവും. അങ്ങനെ പലതരത്തിലുള്ള വിഷമതകൾക്കും ഒരു ശാശ്വത പരിഹാരം ആ ഗുരുവായൂരപ്പനെ ഭജിക്കലും ഗുരുവായൂരപ്പനെ ദർശിക്കലുമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അവിടെ എത്തി ആ ഗുരുവായൂരപ്പനെ ദർശിക്കുകയാണ്. നമ്മളെ എല്ലാ വിഷമങ്ങളും അവിടെ സന്തോഷങ്ങളും